നല്ല വചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾക്കകത്ത് നമുക്ക് പരിചയമുള്ളൊരു വചനഭാഗമായത്. ഹല്ലേലൂയ. ഇത് ഈ മാസത്തെ കർത്താവിന്റെ ആ ഒരു വാഗ്ദത്തമായി തീരട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു Genesis chapter 1 verse numbers 1 and 2. In the beginning God created the heavens and the earth. The earth was formless and empty, and darkness covered the deep waters, and the Spirit of God was hovering over the surface of the waters. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമിയും ഇരുന്നു, ആഴത്തിൽ മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. Amen. Hallelujah. അവൻ ദൈവത്തിന്റെ ആത്മാവ്, so and the Spirit of God was hovering over the surface of the waters. വെള്ളങ്ങളുടെ മേലെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. അല്ലേ, ഭയങ്കര. അപ്പം നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറെ വാക്യങ്ങളുണ്ട്. അവിടെ പറയുന്നു ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ആഴങ്ങളിൽ കിടക്കുന്ന വെള്ളത്തിന്റെ മേലെ ഇരുട്ടുണ്ടായിരുന്നു. അല്ലേ, അപ്പം പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ഇരുട്ടുണ്ടായിരുന്നു. അവിടെ ടോട്ടൽ ഖെയോസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ടോട്ടലി ആർക്കും അവിടെ ചെന്ന് താമസിക്കാൻ പറ്റാത്ത വണ്ണം, അല്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥത ഇല്ലാത്ത വണ്ണം ഉള്ള ഒരു അന്തരീക്ഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാഴായതിൻ്റെയും ശൂന്യമായതിൻ്റെയും കൊള്ളാത്തതിൻ്റെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ ഹല്ലേലൂയ രൂപമേ മാറി. ഹല്ലേലൂയ. ഭൂമിയുടെ ഭൂമി ആയിരുന്ന അവസ്ഥ അങ്ങ് കംപ്ലീറ്റ്ലി മാറി. അപ്പം പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ഇരുട്ടുള്ളതായിരുന്നു. ഹല്ലേലൂയ. there was chaos. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ചലിച്ചപ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പാഴായും ശൂന്യമായും ഇരുളായും കിടന്നതിന്റെ മേൽ പരിവർത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ഇന്ന് ഈ കാണുന്ന ഭംഗിയുള്ള ലോകം ഉണ്ടായി വന്നു. ഹല്ലേലൂയ. there is peace in കോലാഹലമായി കിടക്കുന്നതിന്റെ നടുവിൽ ദൈവം സമാധാനം കൊണ്ടുവന്നു. ഹല്ലേലൂയ. ദൈവം സ്വസ്ഥത കൊണ്ടുവന്നു. ദൈവം അച്ചടക്കം കൊണ്ടുവന്നു. അച്ചടക്കമില്ലാതെ ഒഴുകി പല വിധത്തിൽ കിടന്നതിന്റെ മേല് കർത്താവ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അച്ചടക്കം കൊണ്ടുവന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് അച്ചടക്കം കൊണ്ടുവന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ജീവിതങ്ങൾക്കകത്ത് എവിടെങ്കിലും പാഴായും ശൂന്യമായും ഇരുട്ടും പിടിച്ച് കിടക്കുന്ന മേഖലകളുണ്ടെങ്കിൽ, കർത്താവെ അവിടെ അങ്ങയുടെ വെളിച്ചം ഒന്ന് വീശണം, കർത്താവെ അങ്ങയുടെ തേജസ് ഒന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുമ്പോൾ അതെല്ലാം പാഴായതും ശൂന്യമായതും ഇരുട്ടുപിടിച്ചതും എല്ലാം ഫലമുള്ളതായി തീരും. ഹല്ലേലൂയ. അത് നിറവുള്ളതായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. അത് വെളിച്ചമുള്ളതായി തീരും. പാഴും ശൂന്യവും ഇരുട്ടിന്റെ ഫലമുള്ളത്, ശൂന്യമായുള്ളതിന്റെ ഓപ്പോസിറ്റ് നിറവുള്ളത്. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ഓപ്പോസിറ്റ് വെളിച്ചമുള്ളത്. അപ്പൊ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ദൈവത്തിന്റെ ഗ്ലോറിക്ക് എതിരായി അല്ലെങ്കിൽ പാഴും ശൂന്യവും ഒക്കെ ആയി കിടപ്പുണ്ടെങ്കിൽ അതിനെ നോക്കിയിട്ട് പറയണം, യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ, അത് നിറവുള്ളതും ഫലമുള്ളതും വെളിച്ചമുള്ളതുമായി തീരുക. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ജീവിതങ്ങൾ അങ്ങനെ ആയി തീരട്ടെ. യേശുവിന്റെ നാമത്തില് നിറവുള്ളതും ഫലമുള്ളതും വെളിച്ചമുള്ള ജീവിതങ്ങളായി തീരട്ടെ. ഹല്ലേലൂയ. നീ വചനം കേൾക്കുന്നവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. നന്മ വിളിച്ചു വരുത്തുന്നു യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 45-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഹല്ലേലൂയ. ഐസയ ചാപ്റ്റർ 45 verse numbers 18 and 19. വചനം ഇങ്ങനെ പറയുന്നു, for the Lord is God and he created the heavens and earth and put everything in place. He made the world to be lived in, not to be a place of empty chaos. ആകാശം സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവന് അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ആമേൻ. ഹല്ലേലൂയ. വ്യർത്ഥമായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. He did not make the world to be an empty place.
He did not make the world to be a place of empty chaos. അപ്പൊ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1 കണ്ടു, പാഴും ശൂന്യവും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എം ടി ആണ്, ശൂന്യമാണ്. ഹല്ലേലൂയ. പക്ഷെ ഇതേണ്ട ഇവിടെ കർത്താവിന്റെ വചനം പറഞ്ഞത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് ശൂന്യമായിട്ടിരിക്കാൻ വേണ്ടിയാ, ഭൂമി വസിക്കുവാൻ വേണ്ടിയാ ഉണ്ടാക്കിയത്. കർത്താവ് അങ്ങനെ ഭൂമിയെ പ്ലാൻ ചെയ്തെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ പാഴായും ശൂന്യമായും ഇരിക്കാനല്ല പ്ലാൻ ചെയ്തത്, നിറവുള്ളതായിട്ടിരിക്കാനാ പ്ലാൻ ചെയ്തെങ്കിൽ ഇനി വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് പാഴായ മേഖല ഉണ്ടാകത്തില്ല, ശൂന്യമായ ഇടങ്ങൾ കാണത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിനെ നോക്കിയിട്ട് പറയണം, എൻ്റെ ജീവിതം ഫലമുള്ളതായി തീരുവ തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു മേഖലയിൽ ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, കുടുംബ ജീവിതത്തിനകത്ത്, സാമ്പത്തികത്തിനകത്ത്, എവിടെങ്കിലും കർത്താവെ ഞാൻ അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് ഒന്നും അതിനകത്ത് ഒരു മറുപടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇന്ന് ഈ വചനം ഏറ്റെടുക്കണം. ദൈവം ഭൂമിയെ ഉണ്ടാക്കിയത് പാഴായുമല്ല, ശൂന്യമായും ഇരിക്കാനല്ല. ഹല്ലേലൂയ. ദൈവം അതിനെ ഉണ്ടാക്കിയത് സംഖ്യോസ്. ഹല്ലേലൂയ. ആ ശൂന്യതയ്ക്കകത്ത് കർത്താവ് സമാധാനം കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവം ആ പാഴായി കിടക്കുന്നതിനകത്ത് ദൈവം സമാധാനം കൊണ്ടുവന്ന് ഇട്ടുതരും. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അവന്റെ 19 വാക്യം, വേഴ്സ് നമ്പർ 19, യെശയ്യാവിന്റെ 45:19 ഇങ്ങനെ പറയുന്നു. താഴോട്ട് വരുമ്പോ അതിങ്ങനെ പറയുന്നു, ഐ പബ്ലിക്ലി പ്രൊക്ലെയിം ബോൾഡ് പ്രോമിസസ്. ദൈവം പറയുക, ഞാന് പരസ്യമായി ഭയങ്കര ധൈര്യമുള്ള വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയുന്നു. കണ്ടോ? ഒന്ന് വായിച്ച 19 വായിച്ച് 45:19. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്, ഞാൻ യാക്കോബിന്റെ സന്തതിയോട് വ്യക്തമായി എന്നോ അന്വേഷിപ്പിൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. യഹോവയായ ഞാൻ നീതി സംസാരിക്കുന്നു അല്ലെ? മലയാളത്തിൽ അത് നീതി സംസാരിക്കുന്നു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് കിടക്കുന്നത് ഐ പബ്ലിക്ലി പ്രൊക്ലെയിം ബോൾഡ് പ്രോമിസസ്. ഹല്ലേലൂയ. നീതി സംസാരിക്കുന്നു എന്നല്ല, റൈറ്റ്യസ്നെസ് സംസാരിക്കുന്നു എന്നല്ല. വചനം അവിടെ കിടക്കുന്നത്, ദൈവം പറയുക, ഞാന് പരസ്യമായി ധൈര്യമുള്ള വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയുന്നു. അല്ലെ? പ്രാർത്ഥനയ്ക്കൊക്കെ കൂടുമ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രഹസ്യമായിട്ടാണോ വാഗ്ദത്തങ്ങളൊക്കെ വിളിച്ചു പറയുന്നേ, പ്രോമിസസ് വിളിച്ചു പറയുന്നേ? അല്ല, പരസ്യമായിട്ടാ, എല്ലാരും കേൾക്കത്തക്ക വണ്ണ. എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വാഗ്ദത്തം പറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അറിയാം അത് നിറവേറ്റാൻ. ഹല്ലേലൂയ. ദൈവം അതിനെ നിറവേറ്റുക തന്നെ ചെയ്യും. ഇന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിളിച്ചു പറ, വാ തുറന്നു പറ, എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിറവേറ്റും. If God has spoken something in my life, He is more than enough to do it. Hallelujah. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. ദൈവം വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകുന്നവനല്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ട് അയ്യോ എൻ്റെ കയ്യിൽ അതിനുള്ള റിസോഴ്സസ് ഇല്ല എന്ന് സോറി എന്ന് പറയുന്ന ഒരു ദൈവമല്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം മതിയായവന് അത് നിറവേറ്റി തരുവാൻ വേണ്ടിയും. ഹല്ലേലൂയ. ഏതോ ഇരുട്ടത്തിരുന്ന് രഹസ്യമായിട്ട് വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയുന്ന കർത്താവല്ല നമ്മളുടെ ദൈവം. പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് അതിനെ പരസ്യമായി നിറവേറ്റുന്ന കർത്താവ്. ഹല്ലേലൂയ. രഹസ്യത്തിലല്ല എൻ്റെ കർത്താവ് ഒന്നും ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും കർത്താവ് പരസ്യമായി നമുക്ക് മറുപടി തരുന്നത്. ഹല്ലേലൂയ. Our secret prayers are answered publicly. ഹല്ലേലൂയ. നമ്മൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും, പക്ഷെ കർത്താവ് മറുപടി എങ്ങനെയാ തരുന്നത്? മറ്റുള്ളവർ കാണുന്നത്. കർത്താവിന് മഹത്വം. പാഴായതിനെയും ശൂന്യമായതിനെയും പണിതെടുക്കുന്നതാ എൻ്റെ ദൈവം. ഹല്ലേലൂയ. പാഴും ശൂന്യവുമായതിനെ നിറച്ചെടുക്കുന്നതാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. 104 സങ്കീർത്തനം 30 വാക്യം. ഹല്ലേലൂയ. 104 Psalm 104 verse number 30. വചനം ഇങ്ങനെ പറയുന്നു, when you give them your breath, life is created and you renew the face of the earth. വായിച്ചേ. 104:30. നീ ജീവൻ നൽകുമോ? when you give
Them your breath, life is നീ given. നിന്റെ ശ്വാസം നീ അയക്കുമ്പോൾ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ഓ ഹല്ലേലൂയ, അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. ആമേൻ. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീ ഭൂമിയുടെ ഹല്ലിയ സംവത്സരങ്ങളെ പുതുക്കിയെടുക്കുന്നു, പാഴായതിനെ പണിതെടുക്കുന്നു, എടുക്കുന്നു. ഹീസ് ചേഞ്ചിങ് ദ സീസൺസ് ഓഫ് ദി എർത്ത്. ഹല്ലിയ. ഹീസ് റിന്യൂവിങ് ദി എർത്ത്. ഹല്ലിയ. അങ്ങനെ തന്നെ നമ്മുടെ ലൈഫിനകത്തും കർത്താവ് ഹല്ലിയ സീസൺസിനെ പുതുക്കുക. ഹല്ലിയ. ദൈവത്തിന്റെ ശ്വാസം അയക്കുമ്പോൾ ഭൂമിയെ പുതുക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകർന്ന് ദൈവം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുക. ദൈവം നമ്മുടെ ജീവിതത്തിന്റെ സംവത്സരങ്ങളെ മാറ്റിയെടുക്കുക. ഇന്ന് അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഓരോ തവണ ഞാൻ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്, പക്ഷെ നമ്മൾ ഓരോ പ്രാർത്ഥനയ്ക്കകത്ത് ഉപവാസം പ്രാർത്ഥനയായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ അകത്തുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്നും കൂടെ കൂടുക. നമ്മൾ മൂർച്ചയുള്ളവരായി തീരുക. ഇരുമ്പുമായിട്ട് ഒരസുമ്പോൾ എന്ത് പറ്റും? ഇരുമ്പ് മൂർച്ചയേറിയതാവും അല്ലേ? അതാണ് പിച്ചാത്തിയൊക്കെ ഇരുമ്പുമായിട്ട് ഇങ്ങനെ ഒരയ്ക്കുന്നത്. എന്തിനാ? പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടാൻ. അതേപോലെ നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ, കൂട്ടുവിശ്വാസികൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മൂർച്ചയുള്ളവരായി തീരുക. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിന്റെ വചനം പറയുക, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശ്വാസം അങ്ങോട്ട് വീശുമ്പോൾ ജീവൻ ഉണ്ടാകുകയും ഭൂമിയുടെ മുഖം മാറുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പാഴും ശൂന്യവുമായ ഭൂമി ദേണ്ട വർദ്ധനവും നന്മയും അനുഗ്രഹവും ഉള്ളതായി തീരുക. ഇരുട്ടായത് പ്രകാശമായി തീരുക. അല്ലെ? ഭൂമിയുടെ സംവത്സരങ്ങളെ ദൈവം മാറ്റുക. അല്ലെ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീശുമ്പോൾ ഭൂമിയുടെ സംവത്സരങ്ങൾ മാറ്റുക, സീസൺസ് മാറ്റുക. അങ്ങനെയെങ്കിൽ വിളിച്ചു പറ, എൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന്റെ സീസൺസ് മാറി വരിക, എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി വരിക. ദ സീസൺസ് ഓഫ് മൈ ലൈഫ് ആർ ചേഞ്ചിങ്. ഹല്ലേലൂയ. വേദനയുള്ളതും ഭാരമുള്ളതും എല്ലാം മാറി കർത്താവ് അതിനെ പടാക്കിയെടുക്കുക. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അങ്ങനെയല്ലേ യേശു ചെയ്തത്? യേശു പോയിടത്ത് എല്ലായിടത്തും യേശു ഓരോ ജീവിതത്തിന്റെയും സംവത്സരങ്ങൾ മാറ്റിയില്ലേ? ഹല്ലേലൂയ. ഒരു റോമൻ പടയാളി ഓടി വന്നു, തൻ്റെ വേലക്കാരന് വയ്യ എന്ന് പറഞ്ഞു. അപ്പം വേലക്കാരന്റെ ജീവിതത്തിനകത്ത് രോഗത്തിന്റെ സീസൺ ആയിരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് അവിടെ നിന്നൊരു വാക്ക് സംസാരിച്ചു, ആ സീസൺ മാറി അല്ലേ? ഹല്ലേലൂയ. ആ വേലക്കാരന്റെ ജീവിതത്തിനകത്ത് രോഗം മാറി, അവിടെ സൗഖ്യമുണ്ടായി, ആശ്വാസമുണ്ടായി, അവിടെ വിശ്വാസം വർദ്ധിച്ചു. ഹല്ലേലൂയ. യേശു എവിടെ പോയെങ്കിലും സ്തോത്രം. ഒരു സഖിയോസ് ഉണ്ടായിരുന്നു. സഖിയോസിന് ഭയങ്കര ഭാരമായിരുന്നു, ഭയങ്കര പ്രയാസമായിരുന്നു, തന്നെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ സഖിയോസ് എന്ത് ചെയ്തു? തൻ്റെ പാഴും ശൂന്യവും ഇരുട്ടുമായ ജീവിതത്തിനകത്ത് ഒരു അത്തിവൃക്ഷത്തിന്റെ മേളിൽ കയറിയിരുന്ന് യേശുവിനെ കാണാൻ ഒന്ന് നോക്കിയിരുന്നു. യേശു പറഞ്ഞു, സഖിയോസെ നീ ഇറങ്ങി വാ, നിന്റെ വീട്ടിൽ ഞാൻ ഇന്ന് വന്ന് ഭക്ഷിക്കാൻ പോകുക. ഹല്ലേലൂയ. സഖിയോസിന്റെ സീസൺ മാറ്റിയെടുത്തു ദൈവം. ഹല്ലേലൂയ. നടന്നു പോയപ്പോൾ ചുങ്കക്കാരൻ, ടാക്സ് കളക്ടറായ മാത്യുവിനെ കണ്ടു. മാത്യുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ. ഹല്ലേലൂയ. മാത്യുവിന്റെ ജീവിതം മാറി. ഹല്ലേലൂയ. സ്തോത്രം. ഇരുട്ടും പാഴും ശൂന്യവുമായി കിടന്നത് രണ്ട് പ്രകാശമുള്ളതും അച്ചടക്കമുള്ളതും നല്ലതുമായി തീർന്നു. സ്തോത്രം. യേശു എവിടെ പോയെങ്കിലും യേശു എല്ലാവരുടെയും ജീവിതത്തിന്റെ സംവത്സരങ്ങളെ മാറ്റിയെടുത്തു. 12 വർഷം രക്തസ്രാവം കൊണ്ട് ജീവിച്ച സ്ത്രീ, അവൾ വന്ന് യേശുവിന്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു. അവളുടെ ജീവിതത്തിന്റെ അവസ്ഥ, യേശുവിനോട് കണ്ടുമുട്ടുന്നവരുടെ സീസൺസ് മാറുക, അവരുടെ ലൈഫിന്റെ, അവരുടെ ജീവിതത്തിന്റെ സീസൺസ് മാറുക. ഹല്ലേലൂയ. അവരെന്തുവായി തീരുക? നീർച്ചാലിന്റെ അരികെ നട്ട് യഥാകാലം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീരുക. ഹല്ലേലൂയ. യേശുവുമായിട്ട് കണ്ടുമുട്ടുന്നവരുടെ സംവത്സരങ്ങൾ മാറി എങ്ങനെയായി തീരുക? ഹല്ലേലൂയ. They are like trees planted along the river bank, giving
ബെയറിംഗ് ഫ്രൂട്ട് ഇൻ ഡ്യൂ സീസൺ, അല്ലെ? ഹല്ലിയ, വൃക്ഷം നീർച്ചാലിന്റെ അരികെ നട്ട വൃക്ഷങ്ങൾ പോലെ യഥാകാലത്ത് ഫലം കായ്ക്കുന്നവര് പോലെ ആയിത്തീരും എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിന്റെ സംവത്സരങ്ങൾ മാറ്റിയ കർത്താവിന് സ്തോത്രം. അല്ലേ, ഒരു നാള് പാഴും ശൂന്യവുമായ ജീവിതങ്ങളല്ലായിരുന്നോ? പക്ഷെ കർത്താവിലായപ്പം ഹല്ലിയ, ദൈവം എന്ത് ചെയ്തു? ഹല്ലിയ, ജീവിതത്തിന്റെ സീസൺസിനെ മാറ്റി തന്നു. ഹല്ലേലൂയ. ശൂന്യമായ ജീവിത സാഹചര്യങ്ങള്, ഇരുട്ടായ ജീവിത സാഹചര്യങ്ങളെല്ലാം കർത്താവ് എടുത്ത് മാറ്റി. ഹല്ലിയ, കർത്താവ് എടുത്ത് മാറ്റി. ഹല്ലിയ, നിറവുള്ളതും ഹല്ലിയ, നന്മയുള്ളതും ആക്കി തീർത്തു. കർത്താവിനൊന്ന് മഹത്വം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ മേൽ വന്ന് നമ്മുടെ ജീവിതങ്ങളെ പണിതെടുത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ 35 വരാം. സ്തോത്രം. ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു, ഒരു നിറവിനെ കുറിച്ച്, അല്ലെ? ശൂന്യത മാറുന്നതിനെ കുറിച്ച്. Isaiah 35 verse number 1. Even the wilderness and desert will be glad in those days. The wasteland will rejoice and blossom with spring crocuses. വായിച്ച്. മരുഭൂമിയും വരണ്ട നിലവും എന്ത് ചെയ്യും? ആനന്ദിക്കും. ഹല്ലേലൂയ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ഇന്ന് ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും മരുഭൂമിയായി കിടക്കുന്ന, വരൾച്ച അനുഭവിക്കുന്ന, ഡ്രൈനെസ് അനുഭവിക്കുന്ന, ചിലപ്പം സ്പിരിച്വൽ ലൈഫിനകത്ത് ഡ്രൈനെസ് അനുഭവിക്കുന്നവർ കാണും. അവർ പറയും, പഴയതുപോലെ ഒന്നും ആരാധിക്കാൻ പറ്റുന്നില്ല, പഴയതുപോലെ ബൈബിള് വായിക്കാൻ പറ്റുന്നില്ല, ബൈബിള് വായിക്കുന്നിടത്ത് ഇരുന്നങ്ങ് ഉറങ്ങിപ്പോകും, കോട്ടുവാ വിടും എന്നൊക്കെ പറയുന്നവർ കാണും. പക്ഷെ കർത്താവിന്റെ വചനം പറയുക, ആ മരുഭൂമിയെ, ആ പാഴും ശൂന്യമായി കിടന്നതിനെ കർത്താവ് അതിനെ ഫലമുള്ളതാക്കി തീർക്കും. ഹല്ലിയ. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ഹല്ലേലൂയ. വായിക്കാം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് ഫലമില്ലാത്ത പ്രദേശം അങ്ങോട്ട് ഉല്ലസിച്ച് എന്ത് ചെയ്യും? പനിനീർ പുഷ്പം പോലെ പൂക്കും. ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ ജീവിതം പൂത്ത് പുഷ്പിച്ച്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് മൈ ലൈഫ് വിൽ ബ്ലോസം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് എല്ലായിടത്തും ഒന്ന് ഇമാജിൻ ചെയ്തേ, വരണ്ട് കിടക്കുന്ന രാത്രി നിങ്ങൾ കിടന്നപ്പം വരണ്ടാ കിടന്നേ, പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പം ദേ അവിടെ എല്ലാം എന്തോ ഒരു അത്ഭുതം ചെയ്തു. ജീവിതത്തിനകത്തും അങ്ങനെ തന്നെ എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യും. പ്രതീക്ഷിക്കണം ഈ മാസം. ഹല്ലേലൂയ. പ്രതീക്ഷിക്കണം. കർത്താവിന് മഹത്വം. പാഴും ശൂന്യമായ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് സീസൺസിനെ മാറ്റുക. അല്ലെ, മരുഭൂമിയും നിർജ്ജന പ്രദേശവും അതിന്റെ സീസൺ മാറി വേഗത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ പാഴും ശൂന്യമായ ഭൂമിയുടെ സീസൺ അങ്ങോട്ട് മാറിയിട്ട് അവിടെ പൂവും പുഷ്പവും ഉണ്ടായി. അങ്ങനെയെങ്കിൽ വിളിച്ചു പറയണം, അല്ലെ, എൻ്റെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും പാഴും ശൂന്യവുമായ മേഖലയുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ച് മറുപടി കിട്ടാത്ത മേഖലയുണ്ടെങ്കിൽ, ഈ വരണ്ട് കിടക്കുന്ന മേഖലയുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ സീസൺ മാറുക. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന്റെ സംവത്സരങ്ങൾ മാറുക. ഞാൻ ഈ മാസം ഹല്ലേലൂയ, എൻ്റെ ജീവിതം പൂത്തൊലയുന്ന മാസം, പുഷ്പമുണ്ടാവുന്ന മാസം. ഹല്ലേലൂയ. അത് വർധനവുണ്ടാവുന്ന മാസം, ഫലം കായ്ക്കുന്ന മാസം. ഹല്ലേലൂയ. യഥാകാലം ഫലം കായ്ക്കുമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഓരോ സീസണിലും പുറത്തു വരേണ്ട ഫലം ഞാൻ കാണും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. എന്നോടൊപ്പം പറഞ്ഞേ, സീസൺസ് മാറുവാന്ന് പറഞ്ഞേ, സംവത്സരങ്ങൾ മാറുവാണെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. വരൾച്ചകൾ മാറുവാണെന്ന് പറഞ്ഞേ, ഡ്രൈനെസ് മാറുവാന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ഈ മാസം ഏറ്റവും ബ്ലെസ്ഡ് മാസമായി തീരട്ടെ. ഇന്നത്തെ ദിവസം, വരുന്ന ഓരോ ദിവസങ്ങളും ജൂലൈ 1 to 31 ഹല്ലേലൂയ, ഭയങ്കര അനുഗ്രഹമുള്ളത് തീരട്ടെ. കർത്താവ് വർധനവിന്റെയും നിറവിന്റെയും മാസങ്ങളാക്കി തീർക്കട്ടെ. സകല നന്മയാൽ നിറയ്ക്കട്ടെ. പൂത്തൊലയുന്ന മാസങ്ങളായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവ് നന്മയാൽ നിറയ്ക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.